യോനായുടെ പുസ്തകം, കൊച്ചു പ്രവചന പുസ്തകം. 4 അധ്യായങ്ങളേ ഉള്ളൂ. പക്ഷെ പ്രവാചകൻ കൊച്ചല്ല, പ്രവാചകൻ വലിയ പ്രവാചകനാണ്. കർത്താവിന് വളരെ ഇഷ്ടമുള്ള, താല്പര്യമുള്ള, വിശ്വസ്തനായി കരുതുന്ന പ്രവാചകൻ. അതുകൊണ്ട് ഇദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ വായിച്ചു, ജനത്തോട് ദൂത് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെന്ന് ദൂത് പറഞ്ഞാൽ ജനം മാനസാന്തരപ്പെടും. പക്ഷേ കർത്താവിന് മനസ്സിലായി, കാര്യവൻ വിശ്വസ്തനാണ്, വിശുദ്ധനുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പാപികളോട് എനിക്കുള്ള മനസ്സല്ല, പ്രവാചകന്റെ മനസ്സ് അയച്ചവന്റെ മനസ്സ് പോലെ അല്ല. അപ്പോൾ ഒരു അസൈൻമെന്റ് കൊടുത്തു, നിനവിലേക്ക് പോകണം, അവരെ വലിയ ദുഷ്ടന്മാരാണ്, നീ പോയി അവരോട് ദൂത് പറയണം. കർത്താവിന് 2 കാര്യമാണ് മനസ്സിൽ. ഒന്ന്, അവർക്കുള്ള ദൂത് കൊടുക്കണം. കൂട്ടത്തിൽ ഇവനെ ഒന്ന് പോളിഷ് ചെയ്യണം. സ്നേഹം കൊണ്ടാണ്, കൂടുതൽ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്, നാളുകളിൽ സ്വർഗീയ പ്രതിഫലം കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ അയച്ചു. പക്ഷെ ഇദ്ദേഹം പോയില്ല. ഇദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയി, കൂലി കൊടുത്ത് വേറൊരു കപ്പലിൽ കയറി പോകേണ്ട സ്ഥലത്തിന് എതിർദിശയിൽ പോയി. കടലിൽ വലിയ കാറ്റും കൊള്ളുണ്ടായി. എല്ലാവരും ഉറങ്ങാതിരിക്കുന്നു, പേടിച്ചു വിറയ്ക്കുന്നു. പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങും. അതങ്ങനെയാണ്, എല്ലാവരും ഉറങ്ങി സുഖിക്കുന്ന, സന്തോഷിക്കുന്ന സമയത്തൊക്കെ ഉറങ്ങാതിരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്തവനാണ് യോന. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാറ്റും കോളും ഒക്കെ പുള്ളിക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് പുള്ളിക്കാരൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഹല്ലേലൂയ. എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചരക്കുകൾ കപ്പലിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ പുള്ളിക്കാരൻ അവരെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവനെ വരെ വലിച്ചെറിയാൻ തയ്യാറായി. അതാണ് സാധാരണ മനുഷ്യനും പ്രവാചകനുമായിട്ടുള്ള വ്യത്യാസം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ പുള്ളിക്കാരൻ കർത്താവിൻ്റെ മനസ്സില്ല. അത് 4-ാം അധ്യായം നമുക്ക് കാണാം. ഇദ്ദേഹം പോയി ദൂത് പറഞ്ഞു, നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. ദൂതെന്ന് പറയുന്നത് കർത്താവ് കൊടുത്ത സ്പെസിഫിക് ദൂതാണ്. 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. ഇദ്ദേഹം ദൂത് പറഞ്ഞു, 40 ദിവസം കഴിഞ്ഞു, ജനം മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടെന്ന് മാത്രമല്ല, അവരുടെ മാനസാന്തരം ശരിയാണെന്ന് അവരുടെ പ്രവൃത്തികളാൽ ദൈവത്തിന് ബോധ്യമായതുകൊണ്ട് കർത്താവ് അവരെ നശിപ്പിച്ചില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി ഞാൻ പോകത്തില്ല. പണ്ട് ഞാനിങ്ങനെ പല പ്രാവശ്യം ചെയ്തു, ആൾക്കാരെ എന്നെ ചീത്ത പറയുകയാണ്, എൻ്റെ ദൂത് കള്ളദൂതാണെന്ന് അവർ പറയുന്നത്. ഈ പ്രാവശ്യം ഞാൻ സമ്മതിക്കില്ല. നഗരത്തിന് പുറത്ത് പോയി കുടിൽ കെട്ടി നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? നഗരം നീ നശിപ്പിക്കണം. സമൂഹത്തിലുള്ള ഒരുത്തൻ്റെ ബിസിനസ് പൊളിയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അങ്ങനെയെങ്കിലും അവൻ ദൈവത്തെ അറിയുമല്ലോ. അവനൊരു മറാരോഗം പിടിപെട്ടെന്ന് കേട്ടാൽ അങ്ങനെയെങ്കിലും നീ പള്ളി വരുമല്ലോ. അത് നമ്മുടെ മനസ്സാണ്, കൊച്ചു വിശ്വാസിയുടെ മനസ്സാണ്, കൊച്ചു പ്രവാചകന്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സ് അങ്ങനെയല്ല. രോഗം വന്നവൻ്റെ വേദന അവൻ കാണുന്നു. അതിനുവേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് അവൻ വിചാരിക്കുന്നു. കടബാധിത വന്നവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ആരെങ്കിലും ഇടിവ് നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സൗജന്യമായിട്ട് ഞാൻ നിനക്ക് തന്നു, സൗജന്യമായിട്ട് കൊടുക്കുക. സുവിശേഷം പറ, അവൻ രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക. അത് നടക്കട്ടെ. പക്ഷെ അതിനുവേണ്ടി നീ വില ചോദിക്കരുത്. അവൻ ആപത്ത് വരാൻ ആഗ്രഹിക്കരുത്, അവൻ അനർത്ഥം വരാൻ ആഗ്രഹിക്കരുത്. അത് കർത്താവിൻ്റെ മനസ്സല്ല. അപ്പോൾ കർത്താവ് ഒരു ആവണക്കിന് സൃഷ്ടിച്ചു. യോനയ്ക്ക് തണൽ കിട്ടി, യോനയ്ക്ക് സന്തോഷമായി. പക്ഷെ കർത്താവ് ആവണക്കിനെ അങ്ങ് നശിപ്പിച്ചു. അപ്പോൾ ഇവന് കൂടുതൽ നീരസമായി, ദേഷ്യമായി ദൈവത്തോട്. ഇന്റിമസി കൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം. കർത്താവ് ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് വിഹിതമാണോ യോനെ? ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത 1,20,000-ത്തിലധികം ജനങ്ങളും മൃഗങ്ങളുമുള്ള ഈ നഗരത്തെ ഞാൻ നശിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ, തെറ്റോ ശരിയോ തിരിച്ചറിയാത്ത ഇവരെ നശിപ്പിക്കണമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. തെറ്റാണ് ചെയ്യുന്നതെന്നറിഞ്ഞാലും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത, ശരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാൻ സാധിക്കാത്ത ഇവരെ ഞാൻ നശിപ്പിക്കണോ? ഒറ്റ രാത്രി കൊണ്ടുണ്ടായി വരികയും ഒറ്റ രാത്രി കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്ന ഈ ആവണക്കിനെ കുറിച്ച് നിനക്ക് വിഷമം തോന്നുന്നെങ്കിൽ, ഇവരെക്കുറിച്ച് അവരുടെ സൃഷ്ടാവായി എനിക്ക് വിഷമം തോന്നണ്ടേ? നീ ഇങ്ങോട്ട് വന്നപ്പോൾ, കടലിലോട്ട് ചാടിയപ്പോൾ ഒരു മത്സ്യത്തെ ഞാൻ കൽപ്പിച്ചാക്കിയില്ലേ? അതിൻ്റെ വയറ്റിലായിരുന്നില്ലേ നീ? 3 ദിവസം അതൊന്നും കഴിച്ചില്ല. നിനക്ക് വേണ്ടിയത് ഫാസ്റ്റിംഗ് ആയിരുന്നു. രാവിലെ വന്ന് സമുദ്രത്തിന് മുകളിൽ വരും, വാ തുറക്കും, അപ്പോൾ നീ ആകാശം കാണും. നിനക്ക് വേണ്ട ശ്വാസമെല്ലാം എടുക്കും, പിന്നെയും പോകും. രാത്രി വരും, സമുദ്രത്തിന് മുകളിൽ വരും, വാ തുറക്കും. നീ രാത്രി ആകാശവും നക്ഷത്രങ്ങളും കാണും. നിനക്ക് വേണ്ട വായു കിട്ടും. അതിൻ്റെ ഉള്ളിൽ നീ ജീവിച്ചു 3 ദിവസം. ഈ സമുദ്രത്തിലെ ഈ മത്സ്യത്തിൻ്റെ യാത്ര നീ ശ്രദ്ധിച്ചോ? ഇടത്തോ വലത്തോ അതിനകത്തിരിക്കുന്നത് നിനക്ക് മനസ്സിലായോ? ഈ മത്സ്യം ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നത് നിനക്ക് മനസ്സിലായോ? അത് താഴേക്കോ മുകളിലേക്കോ പോകുന്നത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. മഹാമത്സ്യത്തിൻ്റെ ഉള്ളിലിരുന്ന കൊച്ചു പ്രവാചക നിനക്ക് മനസ്സിലായില്ല. മഹാനഗരത്തിലിരിക്കുന്ന പാപികൾക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം നാഗരികത എന്ന സ്പിരിറ്റിലാണ് അവർ. അതിൻ്റെ മൂവ്മെൻറ്റിലാണ് ജനം പോകുന്നത്. ആ നാഗരികതയുടെ സ്പിരിറ്റിനെ വെട്ടണം.
അവർക്ക് ബോധമുണ്ടാകും. രഹബിനെ വെട്ടി വിദുര സർപ്പത്തെ കുത്തിക്കളഞ്ഞവൻ, സമുദ്രത്തിലെ മഹാസർപ്പത്തെ കൊന്നുകളഞ്ഞവൻ, അവൻ അവരെ രക്ഷിക്കാൻ കഴിയും. അതിന് വേണ്ടത് കർത്താവിൻ്റെ മനസ്സുള്ളൊരു പ്രവാചകൻ, കരയുന്നവരോടുകൂടെ കരയുകയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവൻ. അവനാണ് യഥാർത്ഥ പ്രവാചകൻ, യേശുവിൻ്റെ പ്രവാചകൻ. ഇനി അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ദൂത് കൂടെ ഉണ്ട്. എന്താണ്? വലിയ പ്രവാചകനെ വിഴുങ്ങിയ മഹാമത്സ്യം. പ്രവാചകനേക്കാൾ വലിയ വിശ്വാസിയുണ്ടെന്ന്, പ്രവാചകനെ വഹിക്കാൻ, പ്രവാചകന് വേണ്ടി ഇടിവ് നിൽക്കാൻ, പ്രവാചകന് വേണ്ടി ഓസിക്കാൻ, പ്രവാചകനെ സേവ് ചെയ്യാൻ, പ്രവാചകന് ആകാശം കാണിക്കാൻ, പ്രവാചകന് ജീവശ്വാസം കൊടുക്കാൻ, പ്രവാചകനെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണിക്കാൻ വലിയ വിശ്വാസി കർത്താവ് കരുതിയിട്ടുണ്ട്. ഇടറിപ്പോകുന്ന പ്രവാചകന്മാരെ ശുശ്രൂഷിക്കുന്ന, അവരെ ശരിയായ വഴിയിലേക്ക് തിരിക്കുന്ന വിശ്വാസികൾ. ദാവീദ് വലിയ രാജാവാകാൻ പോകുന്ന ആള്, പോരാട്ട വീര്യമുള്ളവൻ. പക്ഷേ വിവേകം കൊടുത്തത് അബീഗയിൽ എന്ന് പറയുന്ന വീട്ടമ്മ. ഇന്നുകൊണ്ട് പൗലോസ് വലിയ ശുശ്രൂഷകൻ, അപ്പൊല്ലോസ് ശ്രേഷ്ഠനായ ശാസ്ത്രി, യോഹന്നാൻ ദൈവത്തിന് പ്രിയൻ. പക്ഷെ ഇവരെല്ലാം പുലർത്താൻ ഗായസ്. അവർക്ക് യാത്രാകൂലി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാനും കർത്താവ് കരുതിയിരിക്കുന്ന മഹാമത്സ്യം ഗായസ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവൻ. അവൻ ജനത്തെയും പിടിപ്പിക്കുന്നു, പ്രവാചകനെയും അനുഗ്രഹിക്കുന്നു. അവൻ വിശുദ്ധന്മാരെ ഉപയോഗിക്കുന്നു, പ്രാർത്ഥനാവീരന്മാരെ ഉപയോഗിക്കുന്നു, വിശ്വാസികളെ ഉപയോഗിക്കുന്നു. സഭ അവൻ്റെത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. ഒരിരുട്ടും വേണ്ട. സ്നേഹം കൊണ്ട് കാര്യം നടക്കും. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നമ്മുടെ ദൈവം വെളിച്ചമാണ്, അവൻ ഇരുട്ടൊട്ടുമില്ല എന്ന് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നത് ഇതാകുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തിന്മയോട് തോൽക്കാതെ നമുക്ക് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാം. കർത്താവ് സഹായിക്കട്ടെ, കൃപ നൽകട്ടെ, മാനിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആമേൻ.